ഹായ് സ്റ്റുഡൻസ്, കേരള യൂണിവേഴ്സിറ്റി FAUGP സെക്കൻഡ് സെമ്മിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പം റിസൾട്ട് നോക്കിയിട്ട് നിങ്ങൾ ഫൈനൽ SGPA നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകാം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ 35% ജയിക്കാനുള്ള മാർക്ക്. അതായത് നമുക്ക് 4 ക്രെഡിറ്റ് ഉള്ളതിന് 56 മാർക്കാണ് തിയറി പരീക്ഷ. അതായത് പ്രാക്ടിക്കൽ ഇല്ല എങ്കിൽ. പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ 42 മാർക്കാണ്. അതേപോലെ തന്നെ 3 ക്രെഡിറ്റ് വരുന്നതിന് പ്രാക്ടിക്കൽ ഇല്ലാത്തതിന് 42ഉം പ്രാക്ടിക്കൽ ഉള്ളതിന് 28 മാർക്കുമാണ് ഉള്ളത്. അപ്പോൾ അതിൽ എത്രയാണ് ജയിക്കാൻ വേണ്ടതെന്ന് ആദ്യം നമുക്ക് നോക്കാം. 56-ൽ 20 മാർക്കാണ് ജയിക്കാൻ. 20 അല്ല, യഥാർത്ഥത്തിൽ 19.7 സംതിങ് ആണ്. നമ്മൾ 20 നമുക്ക് പറയാം. അപ്പോൾ 56-ൽ 20 മാർക്കാണ് ജയിക്കാൻ. 42-ൽ 15 മാർക്കാണ് ജയിക്കാൻ. 28-ൽ 10 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. ഇനിയും ഇവിടെ നിങ്ങൾക്ക് നോക്കാം, 95% കൂടുതൽ മാർക്ക് കിട്ടുവാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് അതിന് കറസ്പോണ്ടിങ് ഗ്രേഡ് പോയിൻ്റ് 10 ആണ്. ഇനി 85-നും 95-നും ഇടയ്ക്ക് ശതമാനം വരുന്നത് A+ ആണ്. അതിന് ഗ്രേഡ് പോയിൻ്റ് 9 ആണ്. ഇനി 75-നും 85% ഇടയ്ക്കാണെങ്കിൽ A, അത് ഗ്രേഡ് പോയിൻ്റ് 8 ആണ്. അപ്പോൾ ഇത്രയാണ്. 75% കൂടുതലാണ് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ. ഇനി 65-നും 75-നും ഇടയ്ക്കാണെങ്കിൽ B+, അത് 7 ആണ്. 55-നും 65-നും ഇടയ്ക്കാണെങ്കിൽ അത് B 6 ആണ്. അതായത് 55-നും 75-നും ശതമാനം മാർക്ക് ഇടയ്ക്കാണെങ്കിൽ അത് ഫസ്റ്റ് ക്ലാസ്. ഇനി സെക്കൻഡ് ക്ലാസ് എന്ന് വെച്ചാൽ 45-നും 55-നും ഇടയ്ക്കാണ്. അത് C ആണ്. അതിന് ഗ്രേഡ് പോയിൻ്റ് 5 ആണ്. ഇനി തേർഡ് ക്ലാസ് എന്ന് വെച്ചാൽ പാസ് P, ഗ്രേഡ് പോയിൻ്റ് 4 ആണ്. അത് താഴെയുള്ളത് ഫെയിലാണ്. അതിന് ഗ്രേഡ് പോയിൻ്റ് 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആബ്സെൻ്റ് ആയാലും 0. അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാർക്ക് 56-ൽ 55 മാർക്കുണ്ടെന്ന് വിചാരിച്ച, അത് 95% കൂടുതലായതുകൊണ്ട് O ഗ്രേഡാണ്. O ഗ്രേഡ് ആകുമ്പോൾ നമ്മൾ 10 ഗ്രേഡ് പോയിൻ്റ് ഇടുക. ആ 10-നെ നമ്മൾ ക്രെഡിറ്റ് 4 ആണെങ്കിൽ 10 × 4 40 കൂട്ടി ലാസ്റ്റ് കോളത്തിൽ എഴുതും. അതാണ് നിങ്ങളുടെ റിസൾട്ടിൻ്റെ ലാസ്റ്റ് കോളം ഫൈനലാണ്. അതിന് തൊട്ട് മുമ്പുള്ള അവിടെ കൊടുത്തേക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് ഈ നിങ്ങളുടെ ഗ്രേഡ് ഏതാണോ. ഇപ്പോൾ A ആണെങ്കിൽ 9, ആ 9-നെ ക്രെഡിറ്റ് ആയ 3 കൊണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന നമ്പറാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് B+ കിട്ടിയെന്ന് വിചാരിച്ചു. B+ ആണെങ്കിൽ ഗ്രേഡ് പോയിൻ്റ് 7 ആണ്. ഇപ്പോൾ ക്രെഡിറ്റ് 3 ആണെങ്കിൽ 7 × 3 21 എന്ന് അവിടെ എഴുതി വെക്കുന്നത്. അങ്ങനെ 6 വിഷയങ്ങളുണ്ട്. ഓരോ വിഷയങ്ങളുടെ അങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടും. കൂട്ടുമ്പോൾ എന്നിട്ട് ടോട്ടൽ ക്രെഡിറ്റ് കൂടെ നോക്കും. ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് നമുക്കറിയാം. DSCക്ക് 4 ആണ്. മേജറിന് 4, ഒരു മൈനറിന് 4, മറ്റേ മൈനറിന് 4. പിന്നെ AEC 1-ന് 3, AEC 2-ന് 3, MDCക്ക് 3. അപ്പോൾ എത്ര എണ്ണമായി? 4, 4, 4, 3, 3, 3, 21. അപ്പോൾ യഥാർത്ഥത്തിൽ 210 ടോട്ടൽ പോയിൻ്റ് വരുന്നത്. ഓക്കെ. അപ്പം ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ഗ്രേഡിനെ കറസ്പോണ്ടിങ് ഗ്രേഡ് പോയിൻ്റ് അതിനെ ക്രെഡിറ്റ് ഇൻറ്റു ചെയ്തു. എന്നിട്ട് 6 വിഷയത്തെ കൂട്ടും. ഇപ്പോൾ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ 186 കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ 186 ÷ 21, അതാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട്. ഇപ്പോൾ 8.7 വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം ഇനി 8.7 എന്ന് വെച്ചാൽ അത് ഏത് ഗ്രേഡ് ആവും? അത് 87% അത് A+ ആണ്. അങ്ങനെയാണ് നോക്കുന്നത്.
അപ്പോൾ അങ്ങനെയാണ് SGPA സെമസ്റ്റർ വൈസ്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റിലാണ് CGPA വരുന്നത്. അത് കോഴ്സിൻ്റെ ഗ്രേഡ് പോയിൻ്റാണ്, ഇത് സെമസ്റ്ററിൻ്റെ ഗ്രേഡ് പോയിൻ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് നോക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.